അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ച പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 2 ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ട് ഈ പഞ്ചസാരയിൽ ചേർത്ത് പൊടിച്ചെടുത്താൽ മതിയാവും. ഏലക്കയുടെ ഫ്ലേവറിനനുസരിച്ചിട്ടുള്ള ഏലക്ക 2ഓ 3ഓ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ട് അതിന്റെ തരി മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പഞ്ചസാരയും കൂട്ടിച്ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കൂടി പോവരുത്, 2 നുള്ളു ഉപ്പ് മാത്രം മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ടിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നന്നായിട്ട് ഈ പഞ്ചസാരയും മുട്ടയായിട്ട് ഒന്ന് യോജിച്ച് വരണം. അപ്പം നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തത് മുട്ടയുടെ സ്മെല്ലൊക്കെ മാറി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുട്ട ചേർത്തത് കൊണ്ടാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തത്. നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാരയും മുട്ടയായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മതി. നമ്മൾ പൊടിച്ച പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുട്ടയായിട്ട് പഞ്ചസാര മിക്സ് ആയി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇടിയപ്പം, പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത പച്ചരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല. ഇനി അരിപ്പൊടി എടുത്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം. പക്ഷേ ആ ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റും സോഫ്റ്റും ഒക്കെ കിട്ടുന്നതിന് മൈദയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. മൈദ വേണ്ടാത്തവർക്ക് ഗോതമ്പ് പൊടി എടുക്കാം. അപ്പോൾ ഇതും കൂടിയിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ കട്ടിക്കാണ് വരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള കുറുകിയ തേങ്ങാപ്പാലാണ് എടുക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. 1-ാം പാലേ എടുക്കാവൂ, 2-ാം പാൽ എടുക്കരുത്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകിയിട്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നല്ല കട്ടിയുള്ള കുറുകിയ തേങ്ങാപ്പാൽ എടുക്കുക. തേങ്ങാപ്പാലും കൂടി ചേർക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ സാധാരണ പശുവും പാലൊന്നും ചേർക്കരുത്. തേങ്ങാപ്പാൽ തന്നെ ചേർത്തിട്ട് ചെയ്യുക. എന്നാലേ ആ നാടൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസായി പോവാനും പാടില്ല. അഥവാ ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ മൈദപ്പൊടിയോ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കറുത്ത തരികൾ പോലെ കിടക്കുന്നത് ഏലക്കയുടെ തരികളാണ്. ഇനി ഇതിലേക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 1 നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി മാവ് നമ്മൾ കൈകൊണ്ട് കോരി ഒഴിച്ചാണ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ മാവ് എടുക്കുക, ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അങ്ങ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നീളത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ഷേപ്പ് കിട്ടും. അതാണ് ഇങ്ങനെയാണ് നമ്മൾ മാവ് കോരി ഒഴിക്കാനുള്ളത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ബാറ്റർ കയ്യിലെടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക.
ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഒരു വശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കുക. ഈ വശവും ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ രണ്ട് വശവും ഇതാ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടില്ലേ, ഒരു ചേമ്പിൻ്റെ ആകൃതിയിലല്ലേ ഇതിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനെ ചേമ്പപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മാവ് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ചേമ്പപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളിൽ നല്ല മൊരിഞ്ഞാണ് ഇരിക്കുന്നത്, അകത്ത് നല്ല സോഫ്റ്റുമാണേ. അപ്പോൾ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതാ ഇതിൻ്റെ പുറമൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്